രാജ്യം വികസിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന വാദവുമായി കോൺഗ്രസ് നേതാവും തെലങ്കാന മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡി. തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ ആർക്കും ധൈര്യമില്ലെന്നും സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുമാണ് അദ്ദേഹം ബിജെപിയെ ചൂണ്ടി തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ആരുടെ കൈകളിലാണ് തെലങ്കാന സുരക്ഷിതമെന്ന് തീരുമാനിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണ് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു. BRSന് BJPയുമായി രഹസ്യബന്ധമുണ്ടെന്നാരോപിച്ച രേവന്ത് ഒന്നോ രണ്ടോ സീറ്റ് BRS നേടിയാൽ KCR വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടിമയാകുമെന്നും പറഞ്ഞു. അതേസമയം തെലങ്കാന സർക്കാർ കേരളത്തിനു വേണ്ടിയും ചില നല്ല കാര്യങ്ങൾ ചെയ്തു വരികയാണ്. കേരളത്തിനാവശ്യമായ അരി, മുളക് എന്നിവ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിൽ തെലങ്കാന ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ഉത്തം കുമാർ റെഡ്ഡിയുമായി ഹൈദരാബാദിൽ ചർച്ച നടത്തിയിരിക്കുകയാണ്. ചർച്ചയിൽ കേരളത്തിന് പ്രിയപ്പെട്ട ഇനം അരിയും മുളകും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ തെലങ്കാന സർക്കാർ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. വില സംബന്ധിച്ച അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ സപ്ലൈകോം ഉദ്യോഗസ്ഥരും തെലങ്കാന ഭക്ഷ്യ ഉദ്യോഗസ്ഥരും തമ്മിൽ നടക്കുന്ന ചർച്ചയിലൂടെ തീരുമാനിക്കുമെന്നും അരിയുടെയും മുളകിന്റെയും ഗുണനിലവാരം ഉറപ്പുവരുത്തിയായിരിക്കും തുടർ നടപടികളെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ അരിവിലയിലുള്ള വർധനവ് തടയുന്നതിന് ഇതുവഴി സാധിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും തെലങ്കാന സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങൾ കേട്ട് ജനം കൈയടിക്കാറുണ്ട്. അത്രയേറെ മികച്ച പ്രവർത്തനമാണ് സർക്കാർ കാഴ്ചവെക്കുന്നത്. മികച്ച വിജയം നേടി അധികാരത്തിലെത്തിയ രേവന്ത് റെഡ്ഡിയുടെ തീരുമാനങ്ങൾ തെലങ്കാനയിൽ ജനകീയമാകുന്നവയാണ്. അങ്ങനെ വന്ന ഒരു നിയമമാണ് മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്നത് ഒഴിവാക്കണമെന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് വാഗ്ദാനം ചെയ്ത പോലെ അംഗപരിമിതിയുള്ള യുവതിക്ക് ജോലി നൽകിയ പിന്നാലെയാണ് രേവന്ത് കൂടുതൽ ജനകീയ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയത്. കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയ വേളയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്വീകരിച്ച നടപടികൾക്ക് സമാനമാണ് തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുടെയും പരിഷ്കാരങ്ങൾ. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ മറ്റു വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയാണ് ഇതുവരെയുണ്ടായിരുന്ന രീതി. എന്നാൽ ഇനി മറ്റു വാഹനങ്ങൾ തടഞ്ഞു വെക്കരുതെന്ന് മുഖ്യമന്ത്രി പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ മാസം 30-നായിരുന്നു തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഡിസംബർ 3-ന് ഫലം പ്രഖ്യാപിച്ചു. BRS സർക്കാരിനെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് വൻ മുന്നേറ്റം ഇവിടെ നടത്തിയത്. 19 സീറ്റിൽ നിന്ന് 65ലേക്ക് കുതിക്കുകയായിരുന്നു കോൺഗ്രസ്.